എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ചീച്ചിയുടെ വീടായിരിക്കും കാണിക്കുക. ചീച്ചിയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഹായ് ആയിട്ട് ഇതുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാണ്. എന്റെ മകൻ ഗോഹാൻ അവൻ ശരിക്കും ഒരു പ്രിൻസിനെ പോലെയാണ്. തീർച്ചയായിട്ടും ഗോകുവിനോടൊപ്പം പോയി അവനിപ്പോ മാസ്റ്റർ ഓഷിയെയും അങ്ങനെയും ബാക്കിയുള്ള ഗോകുവിന്റെ കൂട്ടുകാരെ ഒക്കെ തന്നെ പരിചയപ്പെട്ട് കാണും. അവരെല്ലാവരും ഇപ്പൊ ഹാപ്പി മൊമെന്റ്സ് അതങ്ങനെ സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്യായിരിക്കും. എനിക്കും അവരോടൊപ്പം പോവായിരുന്നു, കുഴപ്പമില്ല, അവരുടെ സന്തോഷമാണ് എന്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് അവളങ്ങനെ ഹായ് ആയിട്ടിരിക്കും. ആ നിമിഷം അവിടേക്ക് ഒരു പേടകം വന്നിറങ്ങുകയാണ്. അതാണെങ്കിൽ സന്തോഷത്തോടു കൂടെ പുറത്തേക്ക് വരും. വന്നത് മറ്റാരുമല്ല, അവളുടെ പപ്പ സാക്ഷാൽ ഓക്സ് കിങ്. ഓക്സ് കിങ് ആണെങ്കിൽ ഒരുപാട് സമ്മാനവും അപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് ഗോഹാന്റെ പേര് വിളിച്ച് വീടിന്റെ അകത്തേക്ക് കയറും. പക്ഷെ എന്താ, ആൾ ആ വീടിന്റെ എൻട്രൻസിൽ കുടുങ്ങി പോവാണ്. അത് കണ്ട് ചീച്ചി അവള് പൊട്ടിച്ചിരിക്കും. കട്ട് ചെയ്താ നമ്മുടെ മുട്ടപ്പനാണെങ്കിൽ ചേതനേറ്റ് കിടക്കുന്ന നമ്മുടെ ഗോകുവിന്റെ അടുത്തേക്ക് വന്ന് അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഗോകുവിനെ തിരികെ പിടിക്കണം, ഗോഹാനെ അവനെ സേഫ് ആയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറയും. മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിന്റെ കൈ പിടിച്ചിരിക്കുന്ന അതേ സമയം അവ പതിയെ ഡിസപ്പിയർ ആയി പോവാണ്. അതുകൊണ്ട് ആ മോൺസ്റ്റർ പിക്കലോ പറയും തീർച്ചയായിട്ടും കാമിയായിരിക്കും അവനെ ഡിസപ്പിയർ ആക്കിയത്. എത്രയും വേഗം ആ ഡ്രാഗൺ ബോൾസ് കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അവനെ തിരികെ പിടിക്കാനായിട്ട് പറ്റും. ബൊൽമയാണെങ്കിൽ ഇപ്പോൾ ആ റോബോട്ട് മാനെ നോക്കും. ഇവൻ എങ്ങനെയായിരിക്കും ഗോകുവിനെ ട്രാക്ക് ചെയ്തിട്ടുണ്ടാവുക? അതിന് പിക്കലോ പറയും അവന്റെ കണ്ണിൽ ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ട്, അതുപയോഗിച്ചായിരിക്കും അവൻ കണ്ടെത്തിയിട്ടുണ്ടാവുക. ഉടനെ ബൊൽമയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. മൊട്ടപ്പനോട് അവന്റെ കണ്ണിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ട്രാക്കർ എടുക്കാനായിട്ട് പറയും. മൊട്ടപ്പനാണെങ്കിൽ അതെടുത്ത് ബൊൽമയുടെ കയ്യിൽ കൊടുക്കുകയാണ്. മാസ്റ്റർ ഓഷിയാണെങ്കിൽ ബൊൽമയോട് പറയും, ഹാൻസം ബോയ്, അവനുണ്ടായിരുന്നെങ്കിൽ ഈസി ആയിട്ട് ആ ഡ്രാഗൺ ബോൾ കണ്ടെത്താൻ പറ്റുമായിരുന്നു. ലൊക്കേഷൻ അത് ട്രാക്ക് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അതിന് ബൊൽമ പറയും, ഈ ഒരു ഡിവൈസ് ഇത് ഞാൻ റെഡിയാക്കി അവനെ കണ്ടുപിടിക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിവൈസ് കാണുന്നത്, പക്ഷേ എന്നെ കൊണ്ട് ഇത് റെഡിയാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇതിന്റെ ബാറ്ററി അതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അത് റെഡിയാക്കാൻ ശ്രമിക്കും. റോഷി ആണെങ്കിൽ അവളോട് പറയും, നീ ഇവിടെ നിന്ന് ഇത് റെഡിയാക്കണ്ട, എത്രയും വേഗം നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് അവർ തിരിഞ്ഞു നോക്കും. അടുത്ത നിമിഷം പിക്കലോ ആണെങ്കിൽ ടെററായി ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അവനങ്ങനെ നിലവിളിക്കും തോറും അവന്റെ നഷ്ടപ്പെട്ടു പോയ കൈ അതങ്ങനെ റീജനറേറ്റ് ആയിട്ട് പുതിയൊരു കൈ ക്രിയേറ്റ് ആവും. പിക്കലോ ആണെങ്കിൽ ഇപ്പൊ എല്ലാവരോടുമായിട്ട് പറയും, എത്രയും വേഗം ഡ്രാഗൺ ബോൾസ് കണ്ടെത്തി ഗോകുവിനെ തിരികെ കൊണ്ടുവരണം. അതിനു മുൻപ് എനിക്ക് ഗോഹാന് അവന് ട്രെയിനിങ് കൊടുക്കണം. ആ റോബോട്ട് മാൻ പറഞ്ഞതനുസരിച്ച് ഒരു വർഷത്തിനുള്ളിൽ ബാക്കി 2 സയൻസ് കൂടെ ഇവിടേക്ക് വരും. അവരിവിടേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. സോ എനിക്ക് ഇവന് ട്രെയിനിങ് കൊടുത്ത് സ്ട്രോങ് ആക്കി മാറ്റണം, അവനെ എനിക്ക് വിട്ടുതരണം. അതിന് ബുൽമയും മാസ്റ്റർ ഓഷിയും അവർ രണ്ടുപേരും തീർത്തു പറയും, ഒരിക്കലും അവന്റെ പാരന്റ്സിന് സമ്മതമില്ലാതെ നിനക്ക് അവനെ വിട്ടുതരാൻ കഴിയില്ല. ടെൻഷനായ പിക്കലോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളിത് കാണുന്നില്ലേ, നടക്കുന്നതെല്ലാം വളരെ മോശമാണ്, എനിക്ക് അവനെ കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പോ ഗോഹാനെ കൈകളിലേക്ക് കൊണ്ടുവരികയാണ്. ഇവൻ ആവശ്യമുള്ള ട്രെയിനിങ് അത് ഞാൻ കൊടുത്ത് 1 വർഷത്തിന് ശേഷം ഞാൻ ഇവനുമായിട്ട് തിരികെ വരും. അതിനുള്ളിൽ നിങ്ങൾ ഗോകുവിനെ തിരികെ പിടിക്കണമെന്ന് പറഞ്ഞ് അവൻ കടന്നുപോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ കാമി അവനാണെങ്കിൽ ഗോകുവായിട്ട് ഹെവനിലേക്ക് വന്നിരിക്കുകയാണ്. കാമിയാണെങ്കിൽ ഇപ്പോ കാലിനോട് പറയും, ഇവനിപ്പോ നിങ്ങളുടെ ട്രെയിനിങ് ആവശ്യമാണ്. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവനെ തിരികെ കൊണ്ടുപോകും. അതിനുള്ളിൽ ഇവനെ കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റണം. അതിനാ കാലം പറയും, ഞാൻ ആദ്യം ഇവന്റെ ഫയല് അത് ശരിക്കൊന്ന് പഠിക്കട്ടെ. ഗോകു ആണെങ്കിൽ കൂടെ ചോദിക്കും, എല്ലാവരും മരിച്ചതിന് ശേഷം ഇവിടേക്കാണോ വരിക? എന്റെ ബ്രദർ അവനും ഇവിടേക്കാണോ വന്നേ? അതിനാ കാലം പറയും, അവൻ നരകത്തിലേക്ക് പോയി, നിനക്കും അവനോടൊപ്പം പോണോ? കാമയാണെങ്കിൽ ഗോകുവിനോട് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും അദ്ദേഹത്തോട് ചോദിക്കാൻ പാടില്ല എന്ന് വാൺ ചെയ്യും. ഇവിടെ ആ കാലിനാണെങ്കിൽ ഗോകുവിനോട് പറയും, നിനക്കിപ്പോ ഞാനൊരു ടെസ്റ്റ് തരാൻ പോവാണ്, നീ കറക്റ്റായിട്ട് പാസ് ആവുകയാണെങ്കിൽ മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയാന്ന് പറഞ്ഞ് ഗോകുവിനെ പറഞ്ഞയക്കും. ഗോകു ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. ഇവിടെ കാമേ ാണെങ്കിൽ ടെൻസ്റ്റ് ആവും, ഓ നോ, ഭൂമി ഇപ്പോൾ വലിയ അപകടത്തിലാണ്, ഒരുപാട് വില്ലന്മാര് ഭൂമിയെ തകർക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യണം. ഒക്കെ തിരികെ എത്തും വരെ ഗോഹാൻ അവൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആ വില്ലന്മാരെ എല്ലാവരെയും റെസിസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അവൻ പറയുന്നത് കേട്ട് കാലൻ അവൻ ഫ്രസ്ട്രേറ്റഡ് ആവും. ആണെങ്കിൽ ദേഷ്യപ്പെട്ട് കാമയോട് അവിടുന്ന് പോകാനായിട്ട് പറയാണ്. അത് കേട്ട് കാമ അവിടുന്ന് ഓടിപ്പോവും. കട്ട് ചെയ്ത ഗോകുവിനെ കാണിക്കും. അവനെയാണെങ്കിൽ ഒരാള് വണ്ടിയിൽ കിങ് കായുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ആളോട് ചോദിക്കും, ആ കിങ് കായ് ആളെങ്ങനെയാണ്? ഇവരാണെങ്കിൽ ഗോകുവിനോട് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ആള് വളരെ നല്ല മനുഷ്യനാണ്, ദൈവതുല്യമായിട്ടുള്ള ഒരു മനുഷ്യൻ, അങ്ങനെയുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, നമുക്കിപ്പോ പോവേണ്ടത് പാമ്പ് പാതയിലേക്കാണെന്ന് പറഞ്ഞ് വണ്ടി എങ്ങനെ സ്പീഡിൽ വിടും. ഗോകുവിനാണെങ്കിൽ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് ആശ്വാസം. കട്ട് ചെയ്ത ബുൽമാൻ ടീമിനെ കാണിക്കും. കയ്യിൽ ആകെ ബാക്കിയുള്ളത് ഇപ്പൊ ഗോഹാന്റെ ആ ഒരു 4 സ്റ്റാർ ബോൾ പതിപ്പിച്ച തൊപ്പി മാത്രമാണ്. മിസ്റ്റർ റോഷി ആണെങ്കിൽ മൊട്ടപ്പനോട് പറയും, നിനക്കെങ്കിലും ഈ ദുഃഖവാർത്ത ഇച്ചിയെ അറിയിച്ചൂടെ? അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ, ഓ നോ, ഞാനോ, എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. കട്ട് ചെയ്ത ഡ്രൈവർ ആണെങ്കിൽ ഗോകുവിനെ ആ പാമ്പ് പാതയിലേക്ക് എത്തിക്കുകയാണ്.
ആണെങ്കിൽ ആളോട് ചോദിക്കും ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? അതിനാള് പറയും ഈ കാണുന്ന വഴിയിലൂടെ നീ നടന്നു പോകണം. അധികം ദൂരമൊന്നുമില്ല, ഒരു 100 കിലോമീറ്റർ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണാനായിട്ട് കഴിയും. അത് കേട്ട് ഗോകു ഞെട്ടും. 100 കിലോമീറ്ററോ? ആരെങ്കിലും അത്രയും ദൂരം സഞ്ചരിച്ച് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? അതിനാള് പറയും ഉണ്ട്, 10,000 വർഷങ്ങൾക്കിടയിൽ ഒരാള് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അത് കേട്ട് ഗോകുവിനാണെങ്കിൽ ഫുൾ ഷോക്കാവുകയാണ്. ഗോകു ആണെങ്കിൽ ഇപ്പൊ അതിന് തയ്യാറെടുക്കും. പക്ഷെ അതിന് മുൻപായിട്ട് ആ ഡ്രൈവർ ആണെങ്കിൽ അവന് മുന്നറിയിപ്പ് കൊടുക്കും, നീ ഒരു കാരണവശാലും ഈ പാത്തിൽ നിന്ന് താഴേക്ക് വീഴരുത്. താഴേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിനക്ക് മുകളിലേക്ക് വരാനായിട്ട് കഴിയില്ല. അതിന് ഗോകു ഓക്കെ പറഞ്ഞ് ോട് ഒരു ഫേവർ ആവശ്യപ്പെടും. ആ എൽഡർ ലേഡി അവരിടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരാറില്ലേ? നിനക്ക് വിരോധമില്ലെങ്കിൽ അവരോട് ഞാൻ പറയുന്നൊരു മെസ്സേജ് അറിയിക്കണം. മാസ്റ്ററിനോട് 1 വർഷത്തിനുള്ളിൽ തിരികെ വരുമെന്ന് നീ അറിയിക്കണം. അതിനാളാണെങ്കിൽ ഓക്കെ പറഞ്ഞ് അത് ബുക്കിൽ നോട്ട് ചെയ്യാണ്. ഗോകു ആണെങ്കിൽ ഇപ്പൊ ആ ഒരു പാത്ത് ലക്ഷ്യമാക്കി അങ്ങനെ പറന്നു പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ മൊട്ടപ്പനെ കാണിക്കും. മൊട്ടപ്പനാണെങ്കിൽ ജിജിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവനാണെങ്കിൽ ട്രയലൊക്കെ ചെയ്ത് നോക്കും. നിങ്ങളുടെ ഭർത്താവ് ഗോകു ആള് പെട്ടെന്ന് തട്ടിപ്പോയി. ഇത് പറയുന്നതിൽ കുറച്ച് വിഷമമുണ്ട്, പക്ഷെ സത്യം അത് ഇതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ അവനെ തിരികെ പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ട്രയൽ എടുത്തുകൊണ്ടേയിരിക്കും. അവനാണെങ്കിൽ ട്രയൽ എടുക്കുന്ന അടുത്ത നിമിഷം ഇപ്പൊ ചീച്ചിയാണെങ്കിൽ ഡോർ തുറന്ന് പുറത്തേക്ക് വരികയാണ്. ഹായ്, നിന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായി ഗോകു. അവനവിടെ ഗോഹാനെയും കാണാനില്ലല്ലോ. ഒട്ടപ്പനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. അവനാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. ആ സമയം ഓക്സ് കിങ്ങും പുറത്തേക്ക് വന്ന് ഇപ്പൊ ഗോകുവിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ഒട്ടപ്പനാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയാതെ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ ചീച്ചിയാണെങ്കിൽ ടെൻസ്ഡ് ആവും. സത്യം പറയും, എന്തു പറ്റി? ഗോകുവും ഗോഹാനും അവർ രണ്ടുപേരും എവിടെ? അതിന് ഓക്സ് കിങ് ആളാണെങ്കിൽ ചീച്ചിയെ സമാധാനിപ്പിച്ച് മൊട്ടപ്പനകത്തേക്ക് വിളിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ പിക്കലോ മോൺസ്റ്ററിനെ കാണിക്കും. ആളാണെങ്കിൽ ഗോഹാനെ അവനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനായിട്ട് വെള്ളത്തിലേക്ക് തൂക്കിയിടുകയാണ്. അവനാണെങ്കിൽ വെള്ളത്തിൽ വീണ് ഞെട്ടി എഴുന്നേക്കും. അതിനുശേഷം ആണെങ്കിൽ തിരിഞ്ഞു നോക്കും. അവന്റെ തൊട്ടുപുറകിൽ ഗോകു അല്ല, മറിച്ച് ആ പിക്കലോ മോൺസ്റ്റർ ആണ്. അവനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് അവന്റെ പപ്പയുടെ പേര് വിളിച്ച് ആ നദിക്ക് ചുറ്റും ഓടുകയാണ്. ചിലോ ആണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് ദേഷ്യപ്പെട്ട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ നിന്നോട് സീരിയസ് ആയിട്ട് പറയാനുണ്ട്. നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന എനിക്കൊന്നും നിന്നോട് പറയാൻ പറ്റില്ല. നിന്റെ പപ്പ ആള് കൊല്ലപ്പെട്ടു. ആ ഒരു റോബോട്ട് മാൻ ആള് എന്റെ പപ്പയെ ഇല്ലാതാക്കി. ഓർമ്മ കാണില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ആളാണെങ്കിൽ ആ സ്റ്റോറി മുഴുവനായിട്ടും അവന് പറഞ്ഞു കൊടുക്കും. അവനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് പൊട്ടിക്കരയാണ്. അതിന് പിക്കലോ ആണെങ്കിൽ വീണ്ടും അവനോട് ദേഷ്യപ്പെടും. നിന്നോട് എത്ര സമയമായി ഞാൻ കരയാൻ പാടില്ല എന്ന് പറയുന്നു. ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ പപ്പയുടെ ഫ്രണ്ട്സ് അവരെല്ലാവരും ചേർന്ന് ഡ്രാഗൺ ബോൾ അത് കണ്ടുപിടിച്ച് ഗോകുവെ തിരികെ കൊണ്ടുവരും. മാത്രമല്ല, ഗോകു മരിക്കുന്നതിന് മുൻപ് ഞാനും ഗോകുവും ചേർന്ന് ആ വില്ലനെ അവനെ ഇല്ലാതാക്കി. പക്ഷെ അവൻ 2 സയൻസിനെയും കൂടെ ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ അവറ്റകൾ ഇവിടേക്ക് വരും. അതിനുള്ളിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് അവരെ ചെറുത്ത് നിൽക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. എന്നെ കൊണ്ട് ഗോകുവിനെ കൊണ്ട് മാത്രം അവറ്റകളെ നശിപ്പിക്കാനായിട്ട് കഴിയില്ല. നിനക്ക് ഞാൻ ട്രെയിനിങ് തരും. നിനക്ക് ഒരുപാട് പവറുണ്ട്. അതിന് ഗോഹാനാണെങ്കിൽ വിളിച്ചു പറയും, അയ്യോ ഇല്ല, എന്നിൽ പവറൊന്നുമില്ല. ഞാനൊരു കുഞ്ഞു പയ്യനാണ്, എനിക്കതിന് കഴിയില്ല. അത് കേൾക്കേണ്ട താമസം പിക്കലോ ആണെങ്കിൽ അവനെ തൂക്കിയെടുത്ത് വലിച്ചെറിയും. നിന്റെ ഉള്ളിലെ ഇമോഷൻസും പവറും അത് പുറത്തേക്ക് കൊണ്ടുപോവാ. അവനാണെങ്കിൽ നല്ല സ്പീഡിൽ ഇപ്പൊ വലിയൊരു നേർക്ക് അങ്ങനെ പറന്നു പോവാണ്. അടുത്ത നിമിഷം അവന്റെ ഇമോഷൻസും പവറും അത് അവേക്കനായി ആ മല തന്നെ തകർത്ത് അവൻ സേഫായിട്ട് താഴേക്ക് വന്ന് വീഴും. പിക്കലോ ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. ഓ നോ, ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതലാണ് ഇവന്റെ പവർ. എന്റെ ശത്രു ആവാൻ പോകുന്നതിനാണ് ഞാൻ ഇപ്പൊ ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നത്. പക്ഷെ കുഴപ്പമില്ല, എന്റെ അടുത്ത് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് കടന്നു വരും. ഗോഹാനാണെങ്കിൽ ഇപ്പൊ പിക്കലോട് പറയും, എനിക്ക് ട്രെയിനിങ് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് പഠിക്കാനാണ് ഇഷ്ടം. അതിനാണെങ്കിൽ പിക്കലോ ആള് ഫുൾ കലിപ്പിൽ അവനോട് പറയും, നിനക്ക് നിന്റെ പപ്പയുടെ ലൈഫ് തിരികെ പിടിക്കണമെങ്കിൽ നീ ട്രെയിനിങ് എടുത്തേ പറ്റൂ. വേറെ വഴിയില്ലാതെ ഗോഹാനാണെങ്കിൽ അതിന് ഓക്കെ പറയും. പക്ഷെ എന്റെ പപ്പ തിരികെ വന്നതിന് ശേഷം ഞാൻ എന്റെ പപ്പയുടെ കൂടെ പോവും. അദ്ദേഹത്തിനടുത്ത് മാത്രമേ ഞാൻ പിന്നീട് ട്രെയിനിങ് എടുക്കൂ. കട്ട് ചെയ്ത ഇവിടെ ഗോകുവിനെ കാണിക്കും. അവനാണെങ്കിൽ ഒരുപാട് നേരം ഫ്ലൈ ചെയ്ത് ടയർഡായി ഇപ്പൊ പതിയെ നടക്കാനായിട്ട് ആരംഭിക്കുന്നതോടുകൂടെ എപ്പിസോഡും അവസാനിക്കുന്നു.